ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ത്വാഹിരീൻ അജ്മഈൻ. അതന്നെയായ SIO-ൻ്റെയും സോളിഡാരിറ്റിയുടെയും GIO-ൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഭാരവാഹികളെ, പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ജില്ലാ കേഡർ കോൺഫറൻസ്, അതിനോടനുബന്ധിച്ച് നടത്തിയ റാലി, പൊതുസമ്മേളനം സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. SIO എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം നമുക്കറിയാവുന്നതുപോലെ ഫലസ്തീനെക്കുറിച്ചും ലോകത്ത് നീതിക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിനെക്കുറിച്ചും പോരാട്ടത്തെക്കുറിച്ചും ധാർമ്മികമായി പറയാനും ആവർത്തിക്കാനും അധികാരമുള്ള പ്രസ്ഥാനമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 4 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ നേരുറച്ച വിശ്വാസം എന്ന് പറയുന്ന ആ ക്യാപ്ഷൻ അക്ഷരം പ്രതിപാലിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പോരാട്ടങ്ങളെ, ഇന്ത്യക്കകത്ത് നടന്ന ഭരണകൂടത്തിൻ്റെ തെറ്റായ ചെയ്തികൾക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകളെ, പോരാട്ടങ്ങളെല്ലാം കേരളത്തിലെ ക്യാമ്പസുകളിൽ സന്നിവേശിപ്പിച്ച പ്രസ്ഥാനമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. കേരളത്തിലെ ക്യാമ്പസുകൾക്ക് ഫലസ്തീൻ എന്താണെന്നും ഹമാസ് എന്ന് അക്ഷരം തെറ്റാതെ പഠിപ്പിച്ചത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഇന്തിഫാദ, നക്ബ തുടങ്ങിയ പദപ്രയോഗങ്ങളെല്ലാം ഒരു കാലത്ത് കേരളത്തിലെ ക്യാമ്പസുകൾക്ക് SIO പഠിപ്പിച്ച പദാവലികളാണ്. എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ്റെ ഓരോ വാക്കുകളും അക്ഷരങ്ങളും സൗന്ദര്യങ്ങളും അതേപടി കേരളത്തിലെ ക്യാമ്പസുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് SIO എന്ന് പറയുന്നത്. കേരളത്തിൽ നമുക്കറിയാം, ഫലസ്തീനോടേക്ക് താട്ടിപ്പെടുന്ന ആളുകൾ ധാരാളമുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് പല രീതിയിലേക്ക് താട്ടിപ്പെടുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വിചാരിക്കുന്നത് യാസർ അറഫാത്തിന് ശേഷം ഫലസ്തീൻ ഇല്ല എന്നാണ്, ലിബറേഷൻ ആർമിക്ക് ശേഷം ഫലസ്തീൻ്റെ പോരാട്ടം അവസാനിച്ചു എന്നാണ്. അവരുടെ മുന്നിലേക്ക് യഥാർത്ഥ ഫലസ്തീൻ പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന തെളിവാണ് ഒക്ടോബർ 7 നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലിബറേഷൻ ആർമിക്ക് ശേഷവും യാസർ അറഫാത്തിന് ശേഷവും 967 ശേഷവും ഫലസ്തീൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്ക് കാണിച്ചു കൊടുത്ത പ്രധാനമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നേരുറച്ച വിശ്വാസം എന്ന ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അചഞ്ചലമായ വിശ്വാസത്തെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സംഭരണിയായി സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇസ്ലാമിൻ്റെ ശരിയായ പ്രതിനിധാനം നിർവഹിച്ച, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആ പ്രതിനിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചെറുത്തുനിൽപ്പുകളെയും പോരാട്ടങ്ങളെയും എല്ലാം കേരളത്തിലെ ക്യാമ്പസുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് SIO എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകത്ത് വലിയ ശക്തി, വലിയ സാമ്രാജ്യം എന്ന് പറയുന്ന വലിയ വ്യക്തിയാണ്. നമുക്കത് ബോധ്യമുള്ളതാണ്. അത് ഗസയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം, 30-ലധികം രാജ്യങ്ങളിലെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരൻ. ആ ബ്രിട്ടീഷുകാരൻ 6 മാസം കാലുകുത്താൻ അനുവദിക്കാതെ ഒരു സമാന്തര രാജ്യം തീർത്ത് ബ്രിട്ടീഷുകാരനെ വിറപ്പിച്ച ആ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ആ വലിയ സാമ്രാജ്യത്വ ശക്തിയുടെ ആ വലിപ്പത്തെ ചെറുത്തു തോൽപ്പിച്ച, അത് ചെറുത്തുനിൽപ്പിലൂടെ അതിൻ്റെ ശക്തിയെ കുറച്ചു കാണിക്കാൻ ലോകത്ത് പ്രയത്നിച്ച പോരാളികൾ നമ്മുടെ ചുറ്റുവട്ടത്തും ജീവിച്ച് മറമാടിയ ഒരുപാട് ആളുകളുണ്ട്. അലി മുസ്ലിയാരെ പോലെയുള്ള, വാര്യംകുന്നത്തിനെ പോലെയുള്ള ആളുകൾ. അവർക്ക് ബ്രിട്ടീഷുകാരൻ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തെ പ്രധാനപ്പെട്ട സൈനികരെ, MSP എന്ന് പറയുന്നത് ഒരു കാലത്ത് MSF ആണ്, മലബാർ സ്പെഷ്യൽ ഫോഴ്സ് ആണ്. MSP എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയത്. ആ MSP എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുമ്പോൾ ബ്രിട്ടീഷുകാരൻ കൊടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പിടികൂടുക എന്നതാണ്. ഇപ്പൊ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെയുള്ള, ആലി മുസ്ലിയാരെ പോലെയുള്ള, ഉമർ ഖാദിയെ പോലെയുള്ള മഹാന്മാരായ പോരാളികൾ ജീവിച്ച് പോരാടി രക്തസാക്ഷിത്വം ഭരിച്ച, അതുപോലെ അള്ളാഹുവിലേക്ക് യാത്ര പോയ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് വലിയ വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് കുത്തിയാൽ അനങ്ങില്ല, അതുപോലെ നീക്കിയാൽ പോവില്ല എന്നൊക്കെ പറയുന്ന മഹാശക്തികൾ നേരുറച്ച വിശ്വാസം കൊണ്ട് ചെറുത്തു നിൽക്കാൻ എവിടെയൊക്കെ ഒരു ജനത ഒരുമ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അതിനിളക്കം തട്ടിയിട്ടുണ്ട്. ഇളക്കം തട്ടിയ ചരിത്രം ഈ പ്രസംഗിക്കുന്ന ഈ മൈതാനിയുടെ അകവും പുറവും സാക്ഷിയാണ്. ഒക്ടോബർ 7 തൂഫാനുൽ അഖ്സ അതിലേറെ സാക്ഷിയാണ്.
അതുകൊണ്ട് ലോകത്തെ വലിയ ശക്തി എന്ന് പറയുന്നത് ഒരു മിഥ്യയാണ്. ആ മിഥ്യയെ തകർത്ത് തരിപ്പണമാക്കിയത് ചെറിയ ചെറിയ സംഘങ്ങളാണ്. ഇന്ന് ലോകത്തൊരു പോലീസേ ഉള്ളൂ, അൽ ഹറക്കത്തുൽ മുഖാവമത്തുൽ ഇസ്ലാമിയ്യ. വേറെ പോലീസൊന്നും ലോകത്തില്ല. കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വെടി നിർത്തണമെന്ന് പറഞ്ഞ് ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നത് മുമ്പത്തെ ലോക പോലീസാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഞങ്ങളുടെ 100-200 ബന്ദികളെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞ് അറബ് രാജ്യങ്ങളിലെ തിണ്ണകൾ എയർ സ്ട്രൈക്ക് നടത്തുമ്പോഴും കയറിയിറങ്ങുന്ന ആളുകൾ ആരാണ്? ഇസ്രായേലിലാണ്. ഇസ്രായേലിന്റെ പട്ടാളക്കാരാണ്, ഇസ്രായേലിന്റെ അധികാരികളാണ്. എന്ന് ഞങ്ങൾ ബന്ദികളെ മോചിപ്പിച്ചു തരൂ എന്ന് പറയുന്നത്. 430 കൊല്ലം തടവ് ശിക്ഷ വിധിച്ച ആളാണ് യഹ്യ സിൻവാർ എന്ന് പറയുന്നത്. 430 കൊല്ലം അദ്ദേഹത്തെ മോചിപ്പിച്ചു. ആ യഹ്യ സിൻവാർ ഉണ്ട്. ഞങ്ങളെ യഹ്യ സിൻവാറിനെ എവിടെ വെച്ചും പിടികൂടും വധിക്കുമെന്ന് ഇസ്രായേൽ തിട്ടൂരം ഇറക്കിയിട്ടുണ്ട്. ഇവിടെ യഹ്യ സിൻവാർ പറഞ്ഞെടുത്ത് ചൂണ്ടിക്കാണിച്ചെടുത്ത് കൊടുത്ത് ഉപാധികളില്ലാതെ സൈൻ ചെയ്യാൻ മാത്രമാണ് ഇസ്രായേലിന് സാധിച്ചത്. നിങ്ങൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. അമേരിക്ക അല്ല നിശ്ചയിച്ചത്, അതുപോലെ റഷ്യയല്ല നിശ്ചയിച്ചത്, ചൈനയുടെ ശക്തിയോ സാമ്പത്തിക അധികാരമല്ല നിശ്ചയിച്ചത്. യഹ്യ സിൻവാറിനെ പോലെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ചലനം നഷ്ടപ്പെട്ട് കിടക്കുന്ന മുഹമ്മദ് ലൈഫിനെ പോലെ ഈ മനുഷ്യരുടെ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ ഉപാധികളില്ലാതെ താഴത്തെ വെടിനിർത്തൽ കരാറിന് സൈൻ ചെയ്യാൻ ഇസ്രായേൽ നിർബന്ധിതരായത് എങ്ങനെയാണ്? ഞങ്ങൾ ആലോചിച്ച് 3 തവണ ഐക്യരാഷ്ട്രസഭ പറഞ്ഞതാണ് വെടിനിർത്തണമെന്ന്. അത് എഴുതിയ കടലാസിന്റെ വില പോലും ഇസ്രായേൽ അതിന് കൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഹമാസ് എഴുതിയ കടലാസിന്റെ താഴെ ഒപ്പുവെക്കാൻ ഇസ്രായേൽ നിർബന്ധിതരായത് കൊണ്ടാണ്. ലോകത്തിന്റെ അധികാര ശക്തി എന്ന് പറയുന്നത് ഖുദ്സുമായി ബന്ധപ്പെട്ടതാണ്. ആ ഖുദ്സിന്റെ അധികാര ശക്തിയിലേക്ക് ലോകത്തെ വീണ്ടും വലിച്ചു കൊണ്ടുവരികയാണ്, ഒരു കാന്തം പോലെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ഖുദ്സ് ആസ്ഥാനമായ ലോകക്രമത്തിന് ഒരു നാഗരികതയുണ്ട്, ഒരു രാഷ്ട്രീയമുണ്ട്. അതിന്റെ ഭാവന തികച്ചും വ്യത്യസ്തമാണ്. അത് ലോകത്ത് നീതിക്കും സമത്വത്തിനും സാഹോദര്യത്തിനും വേണ്ടി സംസാരിച്ച ഒരു ദർശനത്തിന്റെ ആസ്ഥാനമാണ്. അതുപോലെ തന്നെ ലോകത്തെ പിടിച്ചു കുലുക്കിയ അനീതികളെ ചോദ്യം ചെയ്ത ഒരു ദർശനത്തിന്റെ ആസ്ഥാനമാണ്. അതുകൊണ്ട് ഖുദ്സ് ആസ്ഥാനമാക്കിയ ഒരു രാഷ്ട്രീയ ക്രമമുണ്ട്. അതുപോലെ മസ്ജിദുൽ ഹറാം ആസ്ഥാനമാക്കിയ ആത്മീയ ലോകക്രമമുണ്ട്. ഇത് രണ്ടും വ്യത്യാസമാണ്. ഈ രാഷ്ട്രീയ ക്രമത്തിന്റെ അധികാരത്തിലേക്ക് ലോകത്തെ തിരിച്ചുകൊണ്ട് നടക്കാൻ ലോകത്തെ വൻ പവറുള്ള രാജ്യങ്ങളെന്ന് മേലിനടിച്ച പല ആളുകളുടെയും ഉള്ളിലച്ചു കളയുന്ന ഒരു ആക്രമണമാണ് ഹമാസ് നടത്തിയത്. ഫലസ്തീനിലെ പോരാളികൾ ചെറുത്തുനിൽപ്പുകൾ നടത്തിയത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്നലെ രക്തസാക്ഷിയായ ആളാരാണ്? നിങ്ങൾ ആലോചിച്ചോളൂ, സുഫിയാൻ തഹിയ എന്ന് പറയുന്ന മനുഷ്യനാണ്, വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർമാരും മന്ത്രിമാരും മന്ത്രി കുടുംബങ്ങളും രക്തസാക്ഷികളാകുന്ന അപൂർവം ദേശമാണ് ഗസ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ ചാവേറുകൾ മാത്രമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് രക്തസാക്ഷികളുണ്ട്, ചാവേറുകളാണ്. അവരാരും തിരിഞ്ഞു നോക്കാത്തവരാണ്, എത്ര വെട്ടുപെട്ടിയാലും ചോദ്യം ചോദിക്കാത്തവരാണ്. പക്ഷെ മന്ത്രി കുടുംബങ്ങളും മന്ത്രിമാരും വൈസ് ചാൻസലർമാരും രക്തസാക്ഷികളാവുന്ന, അങ്ങനെ ലോകത്തെ എല്ലാ ആളുകളും തങ്ങളുടെ സമർപ്പണത്തിന്റെ ഉദാത്തമായ മാതൃകകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. അങ്ങനെ സുഫിയാൻ തായേഖ് എന്ന് പറയുന്ന ഗസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഇന്നലെ രക്തസാക്ഷിയായിരിക്കുകയാണ്. 24-കാരനായ ഉമർ രക്തസാക്ഷി അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. അയൺ ഡോം എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ബീമ്പ് പറഞ്ഞ ഒരായുധത്തെ മുഴുവൻ ഹാക്ക് ചെയ്തു. അതിന് പൊങ്ങാൻ സാധിച്ചില്ല, അതിന്റെ ദൗത്യം നിർവഹിക്കാൻ സാധിച്ചില്ല. അതിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് 20 മിനിറ്റിൽ 5000 മിസൈലുകളെ ഗസയിലേക്കും അതുപോലെ ഇസ്രായേലിലേക്ക് ഹമാസിന് നിക്ഷേപിക്കാൻ സാധിച്ചത്. ഈ അയൺ ഡോമിനെ ഹാക്ക് ചെയ്തവൻ പിന്നാലെ കൂടി മസാർ പിടിക്കാൻ വേണ്ടി തുർക്കിയിലെത്തി, മലേഷ്യയിലെത്തി, പല സ്ഥലങ്ങളിലും അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ടു. നമുക്കറിയാം, കുവൈത്ത് ഗവൺമെന്റ് ഔദ്യോഗികമായി പല ബഹുമതികളും നൽകി അപൂർവ ദിശയുള്ള വിദ്യാർത്ഥി മുഹമ്മദ് റമദാൻ എന്ന് പറയുന്ന 9 വയസ്സുകാരൻ. അവന്റെ വീഡിയോ നിങ്ങൾ കേട്ടതാണ്. ആ വീഡിയോയിൽ പറയുന്നത് എന്താണ്? ആ വീഡിയോയിൽ പറയുന്നത്, കുവൈത്തിന്റെ ആദരം ഞാൻ സ്വർഗത്തിലേറ്റ് വാങ്ങും, എനിക്കതിനേക്കാൾ വലുത് ഈ ഭൂമിയാണ്, ഈ മണ്ണാണ്. അബൂബൈദ അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടതാണ്. വിശുദ്ധ ഭവനത്തിൽ, പരിശുദ്ധ ഭവനത്തിൽ 27-ാം രാവിൽ, അതുപോലെ ലൈലത്തുൽ ഖദറിൽ നിങ്ങൾ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ ശ്രദ്ധമുണ്ട് ഖുദ്സിന് കാവൽ നിൽക്കൽ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ ആദർശത്തെ, ഈ ദർശനത്തെ അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ലോകത്ത് പുതിയൊരു ഭാവനക്കും പുതിയൊരു രാഷ്ട്രീയ ക്രമത്തിനും തുടക്കമിട്ട ലോകമാണ് ഗസ എന്ന് പറയുന്നത്. നമുക്കറിയാം, കുവൈത്ത് ഗവൺമെന്റ് ഔദ്യോഗികമായി പല ബഹുമതികളും നൽകി അപൂർവ ദിശയുള്ള വിദ്യാർത്ഥി മുഹമ്മദ് റമദാൻ എന്ന് പറയുന്ന 9 വയസ്സുകാരൻ. അവന്റെ വീഡിയോ നിങ്ങൾ കേട്ടതാണ്. ആ വീഡിയോയിൽ പറയുന്നത് എന്താ? ആ വീഡിയോയിൽ പറയുന്നത്, കുവൈത്തിന്റെ ആദരം ഞാൻ സ്വർഗത്തിലേറ്റ് വാങ്ങും, എനിക്കതിനേക്കാൾ വലുത് ഈ ഭൂമിയാണ്, ഈ മണ്ണാണ്. അബൂബൈദ അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടതാണ്. വിശുദ്ധ ഭവനത്തിൽ, പരിശുദ്ധ ഭവനത്തിൽ 27-ാം രാവിൽ, അതുപോലെ ലൈലത്തുൽ ഖദറിൽ നിങ്ങൾ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ
ചട്ടമുണ്ട് ഖുദ്സിന് കാവൽ നിൽക്കൽ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ ആദർശത്തെ, ഈ ദർശനത്തെ അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ലോകത്ത് പുതിയൊരു ഭാവനക്കും പുതിയൊരു രാഷ്ട്രീയ ക്രമത്തിനും തുടക്കമിട്ട ലോകമാണ് ഗസ എന്ന് പറയുന്നത്. ഇന്നലെ 60 ഇസ്രായേൽ സൈനികരെ അവർ നശിപ്പിച്ചു കളഞ്ഞു, ടാങ്കുകൾ നശിപ്പിച്ചു കളഞ്ഞു. 24 മണിക്കൂറിൽ 700 ആളുകൾ രക്തസാക്ഷികളായി. ഇങ്ങനെ പോരാട്ടങ്ങളുടെ തുടർ പരമ്പരകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രത്യാക്രമണങ്ങളും നടക്കുന്നുണ്ട്. മുമ്പ് അതുണ്ടായിരുന്നില്ല. ഒരു ഇസ്രായേൽ തന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നത് എങ്ങനെയാണ്? കല്യാണത്തിന് കൊഴുപ്പ് കൂട്ടാൻ ഒരു ഇസ്രായേലി തന്റെ വീട്ടിൽ അതിന് ഉപയോഗിച്ചിരുന്ന മെത്തേഡ് എന്താണ്? നിരപരാധിയായ ഫലസ്തീന്റെ നെഞ്ചത്തേക്ക് വെടിവെക്കലാണ്. എന്നിട്ട് അതിരാഭിമാനം തന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കേക്ക് മുറിക്കുന്നതിന് പകരം ഫലസ്തീനിയുടെ മൃതദേഹത്തെ ആഞ്ഞു ചവിട്ടി ബർത്ത്ഡേ ആഘോഷിച്ചിരുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ചട്ടമ്പിരാട്ടത്തിന്റെ മുന്നിൽ അവരെ പിടിച്ചു കുലുക്കുകയാണ്. ഇന്ന് ലോകത്തിന്റെ മുന്നിലെല്ലാം യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ മാത്രമല്ല, യാചിക്കുകയാണ്, എങ്ങനെ ഞങ്ങളെ ബന്ധുക്കളെ വെറുതെ വിടൂ, വെടിനിർത്തൽ കരാർ. ഞങ്ങൾ ഒരു ഭാഗത്തൊന്ന് പറയുന്നു, മറുഭാഗത്ത് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ലോബിയിങ് നടക്കുകയാണ്. അമേരിക്കയിൽ ജോ ബൈഡനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്, ഇസ്രായേലിലും പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോരാട്ടം പുതിയൊരു ലോകക്രമത്തിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്, പോരാട്ടമാണ്. ഈ പോരാളികളുടെ ത്യാഗം എന്ന് പറയുന്നത് ലോകത്ത് എല്ലാ കാലത്തും ഖുദ്സിനെ സെൻട്രൽ പോയിന്റ് ആക്കി നടത്തിയ ഒരു രാഷ്ട്രീയ ഭാവനയുണ്ട്. അതിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ആ തിരിച്ചുപോക്കിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിരപരാധികളായ കുഞ്ഞുങ്ങൾ, മിസ്സിംഗ് ആയ കുഞ്ഞുങ്ങളുണ്ട്. ഈ യുദ്ധത്തിന്റെ മറവിൽ അവയവ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. മൃതദേഹങ്ങളെ, ബോഡികളെ കയറ്റിയാക്കുകയാണ്. പല ആളുകളെയും എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ കടത്തിക്കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ പല രീതിയിലുള്ള കൊള്ളകളും മരുതായ്മകളും ക്രൗര്യവും നടന്നുകൊണ്ടിരിക്കുമ്പോ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു യുദ്ധഭൂമിയിലായിക്കൊണ്ടിരിക്കെ തങ്ങൾക്ക് ഭക്ഷണമില്ലാതെ, തങ്ങൾക്ക് വെള്ളമില്ലാതെ, തങ്ങൾക്ക് ഒരു നേരത്തെ വെള്ളത്തിനു വേണ്ടി മറ്റുള്ളവരോട് കൈ കാണിക്കേണ്ട ഒരു ഗതികേടുള്ള സമയത്ത് തങ്ങൾ തടവറയിൽ പാർപ്പിച്ചവർക്ക്, തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ആളുകൾക്ക് നേരാനേരങ്ങളിൽ വെള്ളവും ഭക്ഷണവും നൽകി അവർ യാത്രയക്കുന്ന സുന്ദരമായൊരു നിമിഷമുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞങ്ങൾ പോരാടുന്നത്, ഞങ്ങൾക്കൊരു പൊതുയോഗികളുണ്ട്. അത് ഈ ഭൂമിയെ കവർന്നെടുത്തവരാണ്, പിറന്ന മണ്ണിൽ ഞങ്ങൾ ആട്ടിയോടിച്ചവരാണ്, അഭയാർത്ഥികളാക്കിയവരാണ്, 10ഉം 200ഉം കൊല്ലം തടവറ ശിക്ഷ വിധിച്ചവരാണ്. അതുപോലെ തന്നെ നിരപരാധികളായ മനുഷ്യർ. മറുഭാഗത്ത് തടവറകളിൽ നിന്ന് വന്ന ആളുകൾ എന്താണ്? അവർക്ക് അവരാധികളില്ല, വേവലാതികളില്ല, പരാതികളില്ല. അതിക്രൂരമായ പീഡനങ്ങൾ അവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവരുടെ മുഖത്തതിന്റെ ദൃശ്യങ്ങളുണ്ട്. പക്ഷെ അവര് പറയുന്നത് ഞങ്ങൾ ഹമാസിൽ അഭിമാനിക്കുന്നുവെന്നാണ്, ഞങ്ങൾ അബൂ ഉബൈദയിൽ അഭിമാനിക്കുന്നുവെന്നാണ്, ഞങ്ങൾ ഖസ്സാം ബ്രിഗേഡിയർക്ക് ഞങ്ങളുടെ ശരീരം ദണ്ഡനമാണ് എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. ഇനിയും ഈ ഭൂമിക്ക് വേണ്ടി തടവറയിൽ പ്രവേശിക്കാൻ ഞങ്ങൾ അർഹരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ ക്യൂ നിൽക്കുകയാണ് ഗസയിൽ. ലോകം മുഴുവൻ ക്യൂ നിൽക്കുകയാണ്. ഗസയല്ല ക്യൂ നിൽക്കുന്നത്, ലോകം മുഴുവൻ ക്യൂ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ക്യൂ നിൽക്കുന്നത്? അല്പം വിശ്വാസദാർഢ്യം അവരിൽ നിന്ന് കൈപ്പറ്റുവാൻ വേണ്ടി. ലോകത്ത് ഗസ കയറ്റിയേക്കുന്ന ഒരൊറ്റ ഉൽപ്പന്നമാണുള്ളത്, അത് നിശ്ചയദാർഢ്യമാണ്, വിശ്വാസമാണ്. ബാക്കിയുള്ളതെല്ലാം ലോകം അവർക്ക് നൽകുന്നതാണ്. അവർക്ക് ആ ഉൽപ്പന്നം കൈപ്പറ്റാൻ വേണ്ടി ലോകം മുഴുവൻ ക്യൂ നിൽക്കുകയാണ് ഗസയിൽ. ആ പോരാളികളുടെ കയ്യിൽ, ആ പോരാളികളുടെ നിശ്ചയദാർഢ്യത്തിന്റെ മുമ്പിൽ ലോകം മുട്ടുമടക്കും. ലോകത്തെ ദുശക്തികൾ മുട്ടുമടക്കുമെന്നത് തീർച്ചയാണ്. അതിലെത്ര മരണമുണ്ട്, രക്തസാക്ഷികളുണ്ട്, എത്ര നഷ്ടങ്ങളുണ്ട് എന്നത് നമ്മൾ അതിന് മറുവശം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോരാട്ടത്തിന്റെ നാൾവഴികൾ നിങ്ങൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. നാൾവഴികൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. എത്ര വലിയ പ്രതിസന്ധികൾക്കകത്തും അവർ പോരാടിയതിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. അങ്ങനെ രക്തസാക്ഷിത്വം, ഗസയിലെ ഉത്സവങ്ങൾ, അതുപോലെ തന്നെ ഗസയിലെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ അവർ കൊടുക്കുന്നത് A+ കിട്ടിയ കുട്ടിയെ എല്ലാവരും ആദരിക്കുന്നത്, അവരേതെങ്കിലും അച്ചീവ്മെന്റ് നടത്തിയ കുട്ടിയല്ല ആദരിക്കുന്നത്, ആദരിക്കുന്നത് കുടുംബത്തെയാണ്. ഏത് കുടുംബമാണ്? ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുടെ കുടുംബത്തെയാണ്. അങ്ങനെ രക്തസാക്ഷിത്വത്തെ ഒരാഘോഷമായി സ്വീകരിച്ച് ഒരു ആദർശത്തിന്റെ എല്ലാ വായ്മയും മേന്മയും പ്രകടിപ്പിച്ചുകൊണ്ട് ദങ്കൂറ്റത്തോടുകൂടി ലോകത്തിന്റെ മുന്നിൽ അടിയറവ് പറയാതെ പോരാളികളെ മാത്രം സൃഷ്ടിക്കുന്ന ഭൂമി ഗസ. ആ ഗസയെ കേരളത്തിന്റെ കമ്പസുകളിൽ, ഫലസ്തീനെ കേരളത്തിന്റെ കമ്പസുകളിൽ ഷെയ്ഖ് അഹമ്മദ് യാസീൻ ലോകത്തത് പരിചയമില്ല, ഷെയ്ഖ് അബ്ദുൽ അസീസ് റംദീസി ലോകത്തിനത് പരിചയമില്ല, അഹമ്മദ് ജബരി ലോകത്തിന് പരിചയമില്ല. അങ്ങനെ ലോകത്തിന് പരിചയമില്ലാത്ത പല പേരുകൾ. പക്ഷേ ഫലസ്തീനിലെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ തങ്കലിപികളാൽ കൊറുകിടേണ്ട നന്മകൾ, ആ നാമങ്ങളെല്ലാം കേരളത്തിന്റെ ക്യാമ്പസുകളുടെ ചുമരുകളിൽ പതിച്ച പ്രസ്ഥാനമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
ഈ പോരാട്ട വീര്യത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, SIOവിന്റെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ SIOവിന്റെ ചെറുപ്പം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ പോരാട്ട വീര്യത്തെ, നിങ്ങൾ ഈ പോരാട്ട വീര്യത്തെ, ഈ നീതിക്ക് കാവൽ നിൽക്കുന്ന ജാഗ്രതയെ നിങ്ങളും സ്വായത്തമാക്കുക. കാരണം വെറുപ്പും വിദ്വേഷവും ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്ന സൂചനകളാണ് നമ്മുടെ രാജ്യത്ത് നമുക്ക് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. വെറുപ്പിന്റെ കൂടെയാണെന്ന് പറയാൻ ഈ രാജ്യം ലജ്ജിക്കാതിരുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കൊടിയിൽ, മുവർണ്ണ കൊടിയുടെ താഴെ അണിനിരക്കുമ്പോൾ നിങ്ങൾക്കൊന്നുറപ്പിക്കാം, അബൂ ഉബൈദയുടെ ചങ്കൂറ്റം നമ്മിലുണ്ട്, ഷെയ്ഖ് അഹമ്മദ് യാസീന്റെ നിശ്ചയദാർഢ്യം നമ്മിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉമ്മദിദാലിന്റെ സബർ, ക്ഷമ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നേരത്തെ ഇവിടെ രക്തസാക്ഷികളായ പല ആളുകളുടെയും പേര് പറഞ്ഞു. ആ മനുഷ്യരുടെ എല്ലാം പ്രാർത്ഥനകൾ നമ്മുടെ കൂടെയുണ്ട്. അവരെന്തിനു വേണ്ടി എഴുന്നേറ്റുന്നത്? ആ എഴുന്നേറ്റുന്ന ആദർശത്തെ തലമുറകളായി കൈമാറിയതിന്റെ ചിഹ്നമാണ് ഈ മൂവർണ്ണ കൊടി എന്ന് പറയുന്നത്. അത് താഴ്ത്താതെ, ഒരിക്കലും ആരുടെ മുന്നിലും മടിയോ പറയാതെ, നിങ്ങൾ ആത്മാഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് ഊർജമാണ്, നിങ്ങൾക്ക് എനർജിയാണ്, നിങ്ങൾക്ക് ശക്തിയാണ് ഗസ നൽകുന്നത്. ആ പോരാട്ടത്തെ നമ്മൾ വള്ളിപുള്ളി വിടാതെ അതിന്റെ എല്ലാ ഗുണപാഠങ്ങളെയും, വെറുപ്പും വിദ്വേഷം പരത്തുന്ന ഒരു കാലഘട്ടത്ത് നീതിക്ക് വേണ്ടി ജാഗ്രതയോടുകൂടി കാവൽ നിൽക്കേണ്ട ഒരു സമൂഹത്തിന് എമ്പാടും ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നിരന്തരം നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് ഗസ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഫാക്ടറിയിലെ വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങളെ നമ്മളും പർച്ചേസ് ചെയ്യുക. ആ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യമാണ്, അടിയുറച്ച വിശ്വാസമാണ്, ആത്മാഭിമാന ബോധമാണ്. ഇസ്ലാമാണ് നമ്മുടെ ഇസ്സത്തിന്റെ അടിസ്ഥാനമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഖുദ്സ് എന്ന് പറയുന്ന വിശുദ്ധ ഭൂമിയെയും ഫലസ്തീൻ എന്ന് പറയുന്ന തങ്ങളുടെ പിറന്ന ഭൂമിയെയും ഒരേ സമയം മോചിതമാക്കാൻ നടത്തുന്ന ഐതിഹാസികമായ പോരാട്ടത്തെ എല്ലാ പരിമിതികളെയും മറികടന്ന് പകച്ചു നിൽക്കാതെ ചങ്കൂറ്റത്തോടുകൂടി നടത്തുന്ന ചെറുത്തുനിൽപ്പുകളെ ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് എനർജിയായി സ്വീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് വലിയൊരു പാഠശാലയാണ് ഗസ എന്ന് പറയുന്നത്. അതിനെ വള്ളിപുള്ളി വിടാതെ ആ പാഠശാലയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുക. മറ്റേത് യൂണിവേഴ്സിറ്റിയെക്കാളും, മറ്റേത് കലാശാലയെക്കാളും, മറ്റേത് സ്കൂളിനേക്കാളും, മറ്റേത് കോളേജിനേക്കാളും നിങ്ങൾക്ക് നിരന്തരം വൈജ്ഞാനികമായ അപ്ഡേഷൻ നൽകുന്ന ഒരു സമൂഹവും ഒരു ജനതയും ഒരു ഭൂമിയുമാണ് ഫലസ്തീൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയ്ക്ക് ചെറുത്തു നിൽക്കാനും ഇസ്തിഖാമത്തോടു കൂടി ഉറച്ചു നിൽക്കുവാനും ജഗന്നിയന്താവ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പോരാളികളെ ഉപാധികളില്ലാതെ നമുക്ക് ചേർത്ത് പിടിക്കാനുള്ള തൗഫീഖ് ജഗന്നിയന്താവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിന് കൺകുളിർമയുള്ള വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ മാത്രമല്ല, അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്ന, അവർക്ക് വേണ്ടി സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ സഹായങ്ങൾ ചെയ്യുന്ന, അവർക്ക് വേണ്ടി ലോകം ചുറ്റുന്ന രാജ്യങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നമ്മളെവിടെയും സ്ക്രീൻ അവരിലില്ല. ലോകത്തിന്റെ എല്ലാ ഡോറുകളും അവർക്ക് വേണ്ടി, തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി മുട്ടുന്ന രാജ്യങ്ങളുണ്ട്. അവരെ സഹായികൾ, ആ സഹായികളുടെ കരങ്ങൾക്കും അള്ളാഹു ശക്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് ആവശ്യമായ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്കും ജഗന്നിയന്താവ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم انصر إخواننا في غزة، اللهم انصر إخواننا في غزة، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا المسلمين والمظلومين واللاجئين والمستضعفين. اللهم عجل بنصرهم يا قوي يا عزيز. اللهم انصرهم نصرا عزيزا. اللهم انصر أعوانهم. اللهم تقبل شهداءهم. اللهم احفظ المسجد الأقصى من أيدي اليهود الغاصبين. اللهم احفظ المسجد الأقصى من أيدي اليهود المحتلين. اللهم احفظ المسجد الأقصى من أيدي اليهود الغاصبين. اللهم دمر أعداءهم. اللهم فرق جمعهم وزلزل قدامهم وشتت شملهم وخرب ديارهم وانقص أعدادهم يا حي يا قيوم يا ذا الجلال والإكرام. اللهم يا منقذ موسى من فرعون ويا منقذ يونس من بطن الحوت، اللهم انقذ بلاد المسلمين من أيدي اليهود الغاصبين.
اللهم انقذ بلاد المسلمين من أيدي اليهود الغاصبين. اللهم ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم مع عبادك الصالحين وجندك الغالبين. وصل على النبي المصطفى وآله وأصحابه أجمعين وسلام على المرسلين والحمد لله رب العالمين.